ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീകൃഷ്ണ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഇന്ന് ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 699. അത് സർഗം 195, കുചേലചരിതം ഭാഗം 6, അവസാനത്തെ ഭാഗത്തിൽ 20ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ആമട്ടിൽ അന്യാദൃശ ദിവ്യരൂപം ശൗശീല്യം മാധുര്യ നിധാനമായോൻ കാരുണ്യപാധോ നിധിയെന്നും എൻ്റെ കാർവർണ്ണൻ ഉൾക്കാമ്പിൽ വിളങ്ങിടേണം എന്ന് കുചേല ബ്രാഹ്മണൻ വളരെ ഭക്തിയാദരവപൂർവം ഭഗവാനെ സ്തുതിച്ചു. ഇനി 21ാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. ഈ വണ്ണം എന്നെന്നും അകക്കുരുന്നിൽ വാത്സല്യമേറും ഭഗവാനയല്ലി. വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. ഈ വണ്ണം ഇതുപോലെ എൻ്റെ ഉള്ളിൽ വാത്സല്യമേറും ഭഗവാനയല്ലി സമാശ്രയിക്കേണ്ടത് അമൂല്യമർത്യജന്മം. ഈ അമൂല്യമായ മനുഷ്യജന്മം കിട്ടിയാൽ സ്വന്തം ഹൃദയപത്മത്തിൽ വെച്ച് ആരാധിക്കേണ്ടത് ഇത്രയും മഹത്തായ ശ്രേഷ്ഠനായ ഭഗവാനെ അല്ലേ എന്നാണ് പറയുന്നത്. സമാശ്രയിക്കേണ്ടത് അമൂല്യമർത്യജന്മം ശരിക്കിങ്ങനെ കയ്യിലാർന്നോൻ. ശരിക്ക് ഈ മനുഷ്യജന്മത്തെ ഉപയോഗിച്ചവൻ. ഏതേതു ജന്മത്തിലും എൻ മുകുന്ദ പാദാംബുജ പ്രേമം എനിക്ക് മേന്മേൽ. ഏതേത് ജന്മമാണെങ്കിലും അതാത് ജന്മത്തിൽ എനിക്ക് ഈശ്വരൻ്റെ ദിവ്യമായ അനുഗ്രഹാശസ്സുകൾ വേണം. ഏതേതു ജന്മത്തിലും എൻ മുകുന്ദ പാദാംബുജ പ്രേമം എനിക്കു മേന്മേൽ ഉയർന്നിങ്ങനെ മിന്നി തിളങ്ങുമാറാകണം ഉൾക്കുരുന്നിൽ. സ്വന്തം ഹൃദയപത്മത്തിൽ ഭഗവാൻ സദാ വിരാജിക്കണം. ഇതറിയാതെ കണ്ട് നമ്മൾ ബാലിശമായിട്ട് വിഗ്രഹാരാധനയിൽ മാത്രം കുടുങ്ങി കുറച്ച് കരിമരുന്നും മേളവും ആനയും എല്ലാം ആയിട്ട് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് നമ്മൾ സമാശ്വസിക്കുകയാണ്. ഭഗവാനെ ശരിക്കും മനസ്സിൽ വെച്ച് ആരാധിക്കാനും ധ്യാനിക്കാനും അറിയാണ്ട് പോയാൽ മനുഷ്യജന്മം പാഴാവും. മനസ്സിലായില്ലേ? ഏതേതു ജന്മത്തിലും എൻ മുകുന്ദപാദാംബുജ പ്രേമം എനിക്ക് മേന്മേൽ ഉയർന്നങ്ങനെ മിന്നി തിളങ്ങുമാറാകണം ഉൾക്കുരുന്നിൽ. തൻ തൃപ്പദാംബോരൂഹം ഉള്ളിൽ ഓർത്തു വിളങ്ങിടുന്നോരുടെ സഖ്യവായ്പും. തൻ തൃപ്പദാംബോരൂഹം ഉള്ളിലോർത്തു വിളങ്ങിടുന്നോരുടെ സഖ്യവായ്പും. ഏതേത് ഭക്തന്മാരാണ് ശ്രീഹരിയുടെ തിരുപാദപത്മങ്ങളെ മനസ്സിൽ വെച്ച് ആരാധിക്കുന്നത് അവർ ഭഗവാന്റെ സഖാക്കളായി തീരണമെന്നാ. കുചേലൻ മാത്രമല്ല, കുചേലൻ പറയാണ്, എന്നെപ്പോലെ ശ്രീഹരിയുടെ തിരുപാദപത്മങ്ങളെ മനസ്സിൽ വെച്ച് ആരൊക്കെ ആരാധിക്കണോ അവരൊക്കെ ഭഗവാന്റെ സഖാവാണ്, അല്ലെങ്കിൽ അവരുടെ സഖാവാണ് ഭഗവാൻ എന്ന തീരുമാനത്തിലെത്താം. തൻ തൃപ്പദാംബോരുഹം ഉള്ളിലോർത്തു വിളങ്ങിടുന്നോരുടെ സഖ്യവായ്പും ദിനം തോറും എനിക്ക് സാധിപ്പതിനും അമ്പേന്തണം അംബുജാക്ഷൻ. അതിന് എന്നെ ഭഗവാൻ സ്നേഹിച്ച് കൊല്ലണം തന്നെയാണ് പറഞ്ഞത്. സ്നേഹം കൊണ്ട് കൊല്ല അല്ലേ? അപ്പോൾ ആ മര്യാദാ പുരുഷോത്തമനായിരിക്കുന്ന ശ്രീഹരിയുടെ സ്നേഹവായ്പ കൊണ്ട് മാത്രമേ നമ്മൾക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് അറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. അപ്പോൾ പറയണു,
24-ാമത്തെ ശ്ലോകം. ഭക്തന്നു നാനാവിധമായ സമ്പൽ സമൃദ്ധി നൽകിയിടുകയില്ല നാഥൻ. ഇത് ഓർപ്പിക്കണം. ഭക്തന് നാനാവിധമായ സമ്പൽ സമൃദ്ധി നൽകിയിടുകയില്ല നാഥൻ. അവൻ്റെ ചേതസ് അതിലെങ്ങും ഒട്ടിപ്പിടിച്ചു പോകായവതിന്നോർത്തിടുന്നേൻ. എന്തുകൊണ്ടാണ് സംശുദ്ധമായ ഭക്തന്മാർക്ക് സമ്പത്ത് തരാത്തതെന്ന് ചോദിച്ചാൽ, ആ ലൗകിക സമ്പത്തിൽ ഭ്രമിച്ച് അതിലൊട്ടിപ്പോയാൽ ഭഗവാൻ ഒരു സഖാവിനെ നഷ്ടപ്പെടും. അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സഖാവായിരിക്കേണ്ട ഭഗവാൻ നഷ്ടപ്പെടും. ഇത് സാധാരണ ശുദ്ധഭക്തന്മാർക്ക് സഹിക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഈ കുചേലോപാഖ്യാനത്തിൻ്റെ ഇതിവൃത്തം ഇതാണ്. എന്തുകൊണ്ടാണ് ഭഗവാൻ നമ്മൾക്ക് ധനസമ്പത്ത് തരാത്തത്? പക്ഷേ ഭഗവാൻ ജ്ഞാനസമ്പത്ത് തരും. ആ ജ്ഞാനസമ്പത്ത് കൊണ്ട് ആര് ഉത്കൃഷ്ടമായ ജീവിത രീതി അനുഭൂതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, അവരുടെ ബാങ്ക് ബാലൻസ് ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് വാരി കോരി ശാന്തിയും സമാധാനവും കൊടുക്കും. എന്നാൽ ലൗകിക ബാങ്ക് അക്കൗണ്ട് ഉള്ളവർക്ക്, കൂടുതൽ ഡിപ്പോസിറ്റ് ഉള്ളവർക്ക് മാളിൽ നിന്നോ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ ഇത് വാങ്ങാൻ പറ്റില്ല. എനിക്കൊരു 2 കിലോ ശാന്തി വേണം, സമാധാനം വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അപ്പം ഇതാണ് ഈ ശ്ലോകം നമ്മൾ കൈവിടരുത്. ഈ ശ്ലോകം ഭക്തന്നു നാനാവിധമായ സമ്പൽ സമൃദ്ധി നൽകിയിടുകയില്ല നാഥൻ. അവരാണ് ഈ ഗുരുവായൂരമ്പലത്തിലും ക്യൂല് നിൽക്കുന്നത് നിർധനന്മാരാണ്. പക്ഷെ അവരെ എന്നെപ്പോലെ, ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം, ഭഗവാൻ അവരവരുടെ മനസ്സിലാണ് എന്ന് ഒരു പ്രായം കഴിഞ്ഞാൽ മനസ്സിലാക്കണം. ഏത് പ്രായം? ബാലദശ കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കണം. എന്നാൽ ആർത്തിപ്പണ്ടാരങ്ങളായിട്ട് നമ്മൾ നടക്കില്ല. ഭക്തന്നു നാനാവിധമായ സമ്പൽ സമൃദ്ധി നൽകിയിടുകയില്ല നാഥൻ. അവൻ്റെ ചേതസ് അതിൽ എങ്ങും ഒട്ടിപ്പിടിച്ചു പോകായവതിന്നോർത്തിടുന്നു. അപ്പോൾ ഭഗവാന് ഭയങ്കര നിർബന്ധമുണ്ട്, എൻ്റെ ഭക്തൻ എനിക്ക് നഷ്ടം വരാൻ പാടില്ല. ധ്രുവാംബരീഷാദികൾ കഥ പറയുന്നു. ധ്രുവൻ, അംബരീഷാദികൾ മുതലായിട്ടുള്ളവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. ധ്രുവന് സുനീതി പെറ്റു. സുനീതിയുടെ ഉപദേശം അല്ലാണ്ട് സുരുചിയുടെ ഒരു നല്ല വാക്കും കിട്ടിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഭഗവാൻ ധ്രുവസ്ഥാനം കൊടുത്തു. അതേമാതിരി അംബരീഷ ചക്രവർത്തിക്ക് എല്ലാം ഉണ്ടായിട്ടും അല്ലേ, വരുണൻ അദ്ദേഹത്തിന് വാട്ടിപ്പിഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം ത്രിമൂർത്തികളൊക്കെ വന്ന് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. എന്തൊക്കെ അംബരീഷ ചക്രവർത്തി, അല്ലെങ്കിൽ പിന്നെ വേറൊരാളുണ്ടല്ലോ സത്യവതി, പിന്നെ സത്യം മാത്രം പറഞ്ഞ ആൾ, ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അംബരീഷ ചക്രവർത്തി ഏകാദശി വ്രതത്തിന് ഭയങ്കര പേര് കേട്ട ആളായിരുന്നു. അപ്പോൾ പിന്നെ ലളിത എന്ന് പറയുന്നൊരു മോഹിനി തൻ്റെ മകനെ മടിയിൽ വെച്ച് തൻ്റെ കരവാൾ കൊണ്ട് കൊല്ലണം എന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന ഒരു ഭാഗമുണ്ട്. മറ്റത് ഹരിചന്ദ്രൻ, സത്യം പറയുന്ന ആൾ ഹരിചന്ദ്രൻ. പക്ഷെ അദ്ദേഹത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായത് ഈ വരുണദേവനെ കൊണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് സമ്പത്തില്ല എന്ന് പറഞ്ഞ് ശുദ്ധ മനസ്ഥിതിക്കാർ സങ്കടപ്പെടരുത്. ഈശ്വരൻ നമ്മുടെ വശത്താണ്. കോടീശ്വരന്മാർക്ക് ഈശ്വരൻ വശത്തല്ല. അതാണ് കൊണ്ടത്. ധ്രുവാംബരീഷാദികൾ തൻ പാദാബ്ജ ഭൃംഗങ്ങൾ, ഭഗവാന്റെ പാതാരവിന്ദത്തിൽ മധു ഉണ്ണുന്ന വണ്ടുകളാണ് എന്നാണ് പറഞ്ഞത്. ആരെ? ധ്രുവൻ, പ്രഹ്ലാദൻ, അംബരീഷൻ പറഞ്ഞില്ലേ? ധ്രുവ അംബരീഷാദികൾ തൻ പാദാബ്ജ ഭൃംഗങ്ങൾ തെറ്റില്ലൊരു തെല്ലുമെന്നോർത്ത്. തെല്ലുമെന്നാൽ ദുരാഗ്രഹം കണ്ട് അത് അകറ്റുവാനാം മിണ്ടാതെനിക്കേകിയതൻ മുകുന്ദൻ. ദുരാഗ്രഹം കണ്ട് അത് അകറ്റുവാനാം, ദുരാഗ്രഹത്തിനെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ എനിക്ക് സമ്പത്ത് തരാത്തത് എന്നാണ് പറഞ്ഞത്. ധ്രുവാംബരീഷാദികൾ തൻ പാദാബ്ജഭൃംഗങ്ങൾ തെറ്റില്ലൊരു തെല്ലുമെന്നാൽ ദുരാഗ്രഹം കണ്ടതകറ്റുവാനാം മിണ്ടാതെനിക്കേകിയതൻ മുകുന്ദൻ. ശ്രീ പാദപങ്കേരുഹ ഭക്തി നേടിക്കഴിഞ്ഞവൻ തൻ കഥയൊന്നു വേറെ.
ശ്രീപാദപങ്കേരുഹ ഭക്തി, ഭഗവാന്റെ തിരുവാദ പത്മത്തിൽ ഭക്തി ഉറച്ച ആൾക്കാരുടെ കഥ ഒന്ന് വേറെ എന്നാണ് പറഞ്ഞത്. ഒരു കുചേലനെ ഉണ്ടായിട്ടുള്ളൂ ഭാഗവതത്തിൽ. കുചേലനെ പോലെ വേറെ അധികം ആൾക്കാരുണ്ടാവൂല. ഇനി അതും മുള്ള പറയാം. ശ്രീപാദപങ്കേരുഹ ഭക്തി നേടിക്കഴിഞ്ഞവൻ തൻ കഥയൊന്നു വേറെ. അല്ലാതവൻ ഭാഗ്യസമൃദ്ധിയെങ്കൽ മതിച്ചു പോം, സംശയമില്ല തെല്ലും. കാശ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഭഗവത് പാതാരവിന്ദത്തിൽ ഭ്രമിച്ച് ഭക്തിയുടെ മധു കൊണ്ട് രമിക്കുന്ന വണ്ടുകൾ മതയാനകളെ പോലെ മാറും. അല്ലാതെ അവൻ ഭാഗ്യസമൃദ്ധിയെങ്കൽ മതിച്ചു പോം, സംശയമില്ല തെല്ലും. വാർക്കൊണ്ടൽ വർണ്ണങ്ങൾ മനസ്സിരുത്തി വാഴേണം ഈ ഞാനിനി ഒട്ടുകൂടി. എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് പ്രയാണം ചെയ്യുന്നത് വരെ വാർക്കൊണ്ടൽ വർണ്ണങ്ങൾ മനസ്സിരുത്തി വാഴേണം. മനസ്സിരുത്തി എന്തിനാ മനസ്സിരുത്തണത്? ഭഗവാന്റെ തിരുവാദ പത്മത്തിൽ നിന്ന് നമ്മൾ വേറെ പോകാൻ പാടില്ല. വാഴേണം ഈ ഞാനിനി ഒട്ടുകൂടി, അല്ലെങ്കിൽ വീണിടും. സമ്പത്ത് വന്നാൽ വീഴും. അല്ലെങ്കിൽ വീണിടും അനന്ത സമ്പൽ സമൃദ്ധി വായ്പിനാൽ മണിഗഹ്വരത്തിൽ, അതായത് വലിയ വലിയ സൗധങ്ങളിൽ പാട്ടും പാടി കള്ളും കുടിച്ച് കൂത്താടി നടക്കും. അതിനുള്ള അട വരുത്തരുത് എന്ന് പറഞ്ഞു. ജിതേന്ദ്രിയത്വം, അപ്പോൾ ഭഗവാനെ മനസ്സിൽ ആരാധിക്കണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ജിതേന്ദ്രിയത്വം, ഇന്ദ്രിയങ്ങളെ ജയിക്കണം. ക്ഷമ തൊട്ട പുണ്യഗുണങ്ങൾ വർഷിപ്പവൻ എൻ്റെ നാഥൻ. അവരവർക്ക് ക്ഷമാശീലത്വം, ജിതേന്ദ്രിയത്വം, ക്ഷമ തൊട്ട പുണ്യഗുണങ്ങൾ വർഷിപ്പവൻ എൻ്റെ നാഥൻ. ഭഗവാനാണ് തരുന്നത്, അതിനെ ഇത് ചെയ്യരുത്. തന്ത്രിപ്പനാമ്പോരുഹമോർത്തു തന്നെ മിന്നിക്കണം ഞാനും ഇതേ നൃജന്മം. ഈ നരജന്മം ഞാൻ എങ്ങനെയാണ് കുചേലനായിട്ട് കഴിഞ്ഞത് അതേപോലെ തന്നെ കഴിയണം. അതായത് ഈ ഭഗവാന്റെ ഐശ്വര്യ വിഭൂതികളിൽ ഞാൻ ഭ്രമിക്കാതെ കണ്ട് സദാസമയത്തും ഭഗവാനെ ഹൃദയപത്മത്തിൽ വെച്ച് അഴ്ത്തിക്കൊണ്ട് നാരായണ 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 അച്യുതാ കേശവ ഗോവിന്ദ ഹരേ മുരാരേ എന്നിങ്ങനെ പാടി തിമിർത്ത് കാലം കഴിച്ചു കൂട്ടുക. അതിനുള്ള ഒരു ചങ്കൂറ്റം ആണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. മനസ്സിലേ? തന്മായ കൊണ്ടാം പല നാമരൂപഭാവാവിലം സംസൃതി ഏൽപ്പൂ ജീവൻ പല പല വേഷങ്ങളിൽ ജനിക്കരുത്. എന്തിനാ? നായയായിട്ടും പട്ടിയായിട്ടും ഏറുകൊണ്ടും സ്വന്തം സുഹൃജനങ്ങളുടെ അല്ലെങ്കിൽ മരുമക്കളുടെ ഒക്കെ പുറംകാലം കൊണ്ടുള്ള അടിയും നായായിട്ട് മരിക്കുമ്പോൾ മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കാണ്ട് എൻ്റെ പേരക്കുട്ടികളേനൊക്കെ എങ്ങനെ ഞാൻ വിട്ടു പോവുക എന്ന് ആലോചിക്കരുത്. വിട്ടു പോകണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഹൃദയ ഗ്രന്ഥി വിഭേദിക്കണം എന്ന് പറഞ്ഞാൽ ആശാപാശ വിമോഹിത. ആശകളിലും പാശത്തിലും മോഹിക്കരുത്. അത് മായയാണ്. അവരവരുടെ പാട്ടിന് പോട്ടെ. നമ്മൾ അവരെ നടത്താൻ പിടിവാറ് വെപ്പിക്കാനൊക്കെ സഹായിക്കണില്ലേ? പിന്നെന്താ? ബാക്കിയുള്ള സമയം കൃഷ്ണ രാമ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ ഹരിബോൽ ഹരിബോൽ ശ്രീ ഹരിബോൽ അങ്ങനെ ഹരിയുടെ നാമങ്ങൾ പറഞ്ഞിട്ടും പറയിപ്പിച്ചും കൊണ്ട് ജീവിതം കഴിയണം. തന്മായ കൊണ്ടാം പല ഭാവ അവിലം സംസൃതിയേൽ പൂജീവൻ. അത് എൻ മുകുന്ദൻ്റെ കൃപാകടാക്ഷം കൈവന്നവനില്ലൊരു തെല്ല് പോലും. ഭഗവത് കൃപയുള്ളവന് മോക്ഷം കിട്ടുന്ന ഉറപ്പാണ്. അവന് പിന്നൊരു ജന്മം എടുക്കേണ്ടതില്ല. അതൻ മുകുന്ദൻ്റെ കൃപാകടാക്ഷം കൈവന്നവനില്ലൊരു തെല്ലുപോലും. ഭഗവാന്റെ കൃപ അനുഭവിച്ചാൽ നേരെ മോക്ഷമാണ്. മനസ്സിലെങ്ങെങ്ങും
ഒരന്യഭാവം മണഞ്ഞിടാതെ ഈ വിധം അംബുജാക്ഷൻ. ശ്രീഹരി മനസ്സിൽ എങ്ങെങ്ങും ഒരന്യഭാവം മണഞ്ഞിടാതെ ഈ വിധം അംബുജാക്ഷൻ വിളങ്ങി മിന്നുന്ന വിശുദ്ധ ഭക്തിയുതിപ്പതേ മാനവജന്മലാഭം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ലാഭം എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഈ ജന്മത്തിൽ തന്നെ ശ്രീഹരിയുടെ തിരുവാദപത്മം മനസ്സിൽ വെച്ച് ആരാധിച്ച് പുളകം കൊള്ളാൻ സാധിച്ചാൽ മതി. മനസ്സിലെങ്ങെങ്ങും ഒരന്യഭാവം മണഞ്ഞിടാതെ ഈ വിധം അംബുജാക്ഷൻ വിളങ്ങി മിന്നുന്ന വിശുദ്ധ ഭക്തി ഉദിപ്പതേ മാനവജന്മലാഭം. സമാശ്രയിപ്പോർക്ക് ഇഹലോക സമ്പൽ സമൃദ്ധിയും ദുർലഭം അല്ലിവണ്ണം. എന്നാൽ ചെയ്യുന്ന സത്കർമ്മങ്ങൾ തുടരാൻ വേണ്ടി സമാശ്രയിപ്പോർക്ക്, ഭഗവാനെ കൂടുതൽ നല്ല നിലയിൽ സമാശ്രയിപ്പോർക്ക് ഇഹ ലോകസമ്പൽ സമൃദ്ധിയും, കുറച്ചൊക്കെ ധനങ്ങളൊക്കെ തരും. എന്തിനു വേണ്ടി? മറ്റുള്ളവരെ സേവ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് കാത്തു സൂക്ഷിച്ചു വയ്ക്കാനല്ല, മക്കൾക്ക് കൊടുക്കാനുമല്ല. സമാശ്രയിപ്പോർക്ക് ഇഹലോക സമ്പൽ സമൃദ്ധിയും ദുർലഭമല്ലിവണ്ണം. അങ്ങനെയുണ്ട കേസുകൾ. സാമാന്യ ലോകത്തിനു കന്മതിന്നു സനാതനൻ ചെയ്തൊരു ലീലയാവാം. ഇത് എനിക്ക് പരിചയമില്ല എന്നാണ് പറഞ്ഞത്, എനിക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. ആരെ? കുചേലൻ. സാമാന്യ ലോകത്തിനു കാൺമതിന്നു സനാതനൻ എന്നൊന്നുമുള്ളവൻ എന്നർത്ഥം. സനാതനൻ, സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ആര് ലഹള കൂട്ടിയാലും ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സാമാന്യ ലോകത്തിനു കാൺമതിന്നു സനാതനൻ ചെയ്തൊരു ലീലയാവാം. ഈ വണ്ണം ഓർത്ത് അങ്ങും അതീവ കൃഷ്ണപ്രേമം തെളിഞ്ഞെത്രയും അന്തണേന്ദ്രൻ. ആ ബ്രാഹ്മണോത്തമൻ ഇങ്ങനെ ഈ വണ്ണം ഓർത്ത് അങ്ങ് അതീവ കൃഷ്ണപ്രേമം തെളിഞ്ഞ് എത്രയും അന്തണേന്ദ്രൻ കാന്താസമേതൻ തൻ്റെ വാമഭാഗത്തോടുകൂടി തൻ്റെ പ്രീതമയോടുകൂടി ഭഗവത് പ്രസാദം കൈക്കൊണ്ടു താനേറെ വിളങ്ങി വാണാൻ. കാന്താസമേതൻ ഭഗവത് പ്രസാദം കൈക്കൊണ്ടു താനേറെ വിളങ്ങി വാണാൻ. മുകുന്ദ ഭക്താഘ്രിണി പുണ്യമേറും സ്വജീവിതം കൊണ്ടു ഉലകാകമാനം. ലോകം മുഴുവൻ അറിയും ആരേനെ? കുചേലനെ. ഭാഗവതം പഠിച്ചിട്ടുണ്ടോ? കുചേലനെ ആർക്കും മറക്കാൻ പറ്റില്ല. ഈ മുകുന്ദ ഭക്താഘ്രിണി പുണ്യമേറും എത്രയെന്ന് പറയാൻ പറ്റില്ല. ദി സൂപ്പർ മോസ്റ്റ്. ആരെ? കുചേലൻ. ഭക്തിയിലെ മുകുന്ദ ഭക്താഗ്രണി, ഭക്തന്മാരിൽ അഗ്രഗണ്യെന്ന. ഭക്താഗ്രണി പുണ്യം. എങ്ങനെയാണ് ധർമ്മപുത്രന് രാജസൂയത്തിന് ശ്രീകൃഷ്ണനെ അഗ്രപൂജ ചെയ്തത്, അതേപോലെ ഭഗവാൻ ആർക്ക് അഗ്രപൂജ ചെയ്തത്? വേറെ ആർക്കുമല്ല, സാക്ഷാൽ കുചേലന്. ഈ ഒരു വിവേകം നമ്മുടെ ഉള്ളിലുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. മുകുന്ദ ഭക്ത അഗ്രണി പുണ്യമേറും സ്വജീവിതം കൊണ്ടു ഉലകാകമാനം അലങ്കരിച്ചിങ്ങനെയൊട്ടുനാൾ കൊണ്ടണഞ്ഞു വിശ്വേശ്വര പാദപങ്കജം പാദപത്മം. ഇങ്ങനെ ഭഗവാനെ സേവിച്ചുകൊണ്ട് എവിടെ പോയി? എവിടെ എത്തിയത്? വൈകുണ്ഠ ലോകത്തിൽ. എവിടെ ചേർന്നു? ഭഗവാനിൽ ചേർന്നു, സായുജ്യം നേടിയെന്ന. മുകുന്ദ ഭക്താഘ്രണി പുണ്യമേറും സ്വജീവിതം കൊണ്ട് ഉലകാകമാനം അലങ്കരിച്ച് ഇങ്ങനെ ഒട്ടുനാൾ കൊണ്ടണഞ്ഞു വിശ്വേശ്വര പാദപത്മം. ബ്രഹ്മണ്യദേവന്റെ കൃപാവിലാസം, ബ്രഹ്മണ്യദേവന്റെ കൃപാവിലാസം മുൾത്തിങ്ങും ഈ മുഖ്യതമം ചരിത്രം. സമാസ്വദിപ്പോനുടെ മുന്നിൽ വന്നു മിന്നിക്കളിക്കും ഭഗവാൻ മുകുന്ദൻ. ഇന്ന് കേൾക്കണവർക്കൊരു സംശയം വേണ്ട. എന്താ അത്? ഇങ്ങനെ ഈ ഉത്തമ ബ്രാഹ്മണനായിട്ടുള്ള കുചേലനെ പോലെ ബ്രഹ്മണ്യദേവന്റെ കൃപാവിലാസം മുൾത്തിങ്ങും ഈ മുഖ്യതമം ചരിത്രം, ഈ ചരിത്രത്തെ വേണ്ട പോലെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരാൾ സമാസ്വദിപ്പോനുടെ മുന്നിൽ വന്നു മിന്നി കളിക്കും ഭഗവാൻ മുകുന്ദൻ.
ഭഗവാൻ മുകുന്ദൻ അത്തരം ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷമാവുന്ന പറഞ്ഞത്, മിന്നിക്കളിക്കുന്ന പറഞ്ഞത്. അതറിയാനുള്ള ഒരു അകക്കണ്ണ് നമുക്കുണ്ടായാൽ മതി. എല്ലാം ഭഗവാന്റെ വരദാനമാണെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നാൽ ഇതൊക്കെ തന്നെ സ്ഥിതി. ആ 34-ാമത്തെ ശ്ലോകം കൊണ്ട് കുചേല വൃത്തം 6-ാം ഭാഗം അവസാനിച്ചു. ആ വലിയൊരു ഭാഗം. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമശനാശനേ ലീലാഖാണ്ഡേ പഞ്ചനവത്യധിക ശതതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 196-ാം സർഗം ഗ്രഹണസ്നാനം. അതായത് ഭഗവാൻ ഒരു 10-75 വയസ്സായിട്ടുണ്ടാവും ആ സമയത്ത്. അപ്പോൾ ഒരു സൂര്യഗ്രഹണം ഉണ്ടാവുകയാണ്. ആ സൂര്യഗ്രഹണ സമയത്ത് ഭക്തന്മാരൊക്കെ വൃഷ്ണികൾ യാദവന്മാരൊക്കെ പോയി സ്നാനം ചെയ്യുക, ദാനം ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ദേവകി ദേവി പറയുന്നുണ്ട്, അല്ലെങ്കിൽ രുക്മിണി ദേവി പാഞ്ചാലിയായിട്ടൊക്കെ സംസാരിക്കും. അതെ, പാഞ്ചാലി, പാണ്ഡവന്മാരും അവിടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞത്, എനിക്കറിയാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറയുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാനെ വാഴ്ത്തുന്ന കാര്യങ്ങളൊക്കെ. യശോദ അമ്മയും നന്ദഗോപുരമൊക്കെ അവിടെ വന്ന് ചേരുന്നുണ്ട്. പിന്നെ ദേവകി ദേവി മരിച്ചു പോയ തൻ്റെ 6 മക്കളെ കാണണം. അതിന് ഉദാഹരണം പറയും. ഗുരുകുല വിദ്യാഭ്യാസ സമയത്ത് ദക്ഷിണ കൊടുക്കാൻ എന്താ വേണ്ട ചോദിച്ചപ്പോൾ ഇങ്ങനെ പ്രഭാസ തീർത്ഥത്തിൽ മുങ്ങിപ്പോയ എൻ്റെ മകനെ കണ്ടാൽ തർക്കടില്ല, കിട്ടിയാൽ തർക്കടില്ല എന്ന് പറയാണ്. അങ്ങനെ ബലരാമസ്വാമിയും ശ്രീകൃഷ്ണനും കൂടി എവിടേക്കാണ് പോയത് എന്നുള്ളത് വായിച്ചവർക്ക് അറിയാം അല്ലേ. വരുണൻ്റെ അടുത്ത് പോയി, പിന്നെ യമധർമ്മരാജാവിൻ്റെ അടുത്ത് പോയി, മഹാബലിൻ്റെ അടുത്ത് പോയി കുട്ടീനെ കൊടുത്തു. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് എന്ന് ദേവി പറയുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് അവിടെ. 1-ാം ശ്ലോകം. ഭഗവാൻ ജ്യേഷ്ഠനോടൊപ്പം ബലരാമസ്വാമിയോട് കൂടി ദ്വാരകാ രാജധാനിയിൽ വാണിടും ഒരു കാലത്ത് കഥ മറ്റൊന്നു ചൊല്ലിടാം. നടന്ന വേറൊരു കഥ പറയാം. ഹേ പരീക്ഷത്തെ, അങ്ങ് ശ്രദ്ധിച്ച് കേട്ടോളൂ എന്ന് ശുഖബ്രഹ്മർഷി പറയണു. സൂര്യഗ്രഹണം അക്കാലം മാഘമാസത്തിൽ എത്രയും അസാധാരണമായൊന്നുണ്ടെന്നറിഞ്ഞു സമസ്തരും. അതായത് ഒരു 10-60 അല്ലെങ്കിൽ 10-75 കൊല്ലത്തിൽ മാത്രം, അല്ലെങ്കിൽ 100 കൊല്ലത്തിലോ 125 കൊല്ലത്തിലോ വരുന്ന ഒരു ഉത്തമ ഗ്രഹണം. ആ ഗ്രഹണ സമയത്ത് അതിനെ ആദരിച്ച് കുളിക്കുക, നാമം ചൊല്ലുക, ദാനധർമ്മങ്ങളൊക്കെ ചെയ്താൽ ഇരട്ടി പുണ്യഫലമാണെന്നാണ് പറഞ്ഞത്. സൂര്യഗ്രഹണം അക്കാലം മാഘമാസത്തിൽ എത്രയും അസാധാരണമായൊന്നുണ്ടെന്നറിഞ്ഞു സമസ്തരും. സമന്തപഞ്ചകം എന്നുള്ള സ്ഥലത്ത് തീർത്ഥസ്നാനാദി ചെയ്യുവാൻ അണഞ്ഞു പണ്ട് അവിടമാം ശ്രീമാനാൻ ഭൃഗുനന്ദനൻ. ദുഷ്ടക്ഷത്രിയ രക്തം കൊണ്ട് 5 തീർത്ഥങ്ങൾ തീർത്തതും. അതെനിക്ക് തോന്നുന്നു ബലരാമൻ, പരശുരാമൻ 21 വട്ടം ഈ ദുഷ്ട ക്ഷത്രിയന്മാരെ കൊന്നിട്ടുള്ള പാപങ്ങളൊക്കെ തീരാൻ വേണ്ടി. ഈ കഥകളൊക്കെ മിന്നി വരും മനസ്സിൽ. ദുഷ്ടക്ഷത്രിയ രക്തം കൊണ്ട് 5 തീർത്ഥങ്ങൾ തീർത്തതും കർമ്മബന്ധം തനിക്കെന്നുമില്ലെന്നാലും മഹാപ്രഭു വിഷ്ണു തന്നെയാണല്ലോ പരശുരാമനായിട്ട് വന്നത്. ലോകത്തിൻ നന്മ ആശിച്ച് യജ്ഞകർമ്മങ്ങൾ ചെയ്തതും വന്നിട്ടുണ്ടവിടം മിക്ക ഭാരതീയ ജനങ്ങളും. അപ്പോൾ സമന്തക പഞ്ചതീർത്ഥത്തിൽ പോയി സ്നാനം ചെയ്യാന്നുള്ളത് ഭാരതവാസികളുടെ ഒരു ശ്രേഷ്ഠമായ ആചാരമായിട്ട് ഇന്നും തുടരുന്നുണ്ടത്. യദുമുഖ്യരും അക്രൂരൻ കൃഷ്ണനും വസുദേവനും ഉഗ്രസേനനും ഉത്സാഹം പൂണ്ടണഞ്ഞു നൃപോത്തമ. പരീക്ഷത്തെ ഒരു കാര്യം മനസ്സിലാക്കൂ. യദുമുഖ്യരും അക്രൂരൻ കൃഷ്ണനും വസുദേവനും ഉഗ്രസേനനും മഹാരാജാവും ഉത്സാഹം പൂണ്ടണഞ്ഞു നൃപോത്തമാം. ദ്വാരകാ നഗരം കാത്തു രക്ഷിച്ചവിടെ വാഴുവാൻ ചാരുചന്ദ്രൻ തുടർന്നുള്ള 4-5 ആളുകൾ മാത്രമാം. അപ്പോൾ ഇവർ എല്ലാവരും ദ്വാരകാവാസികൾ ഒന്നുണങ്ങം പോയിട്ടുണ്ട്. അപ്പോൾ ദ്വാരകയെ കാത്തുരക്ഷിക്കാൻ വേണ്ടി ദ്വാരകാ നഗരം കാത്തുരക്ഷിച്ചവിടെ വാഴുവാൻ ചാരുചന്ദ്രൻ തുടർന്നുള്ള 4-5 ആളുകൾ മാത്രമാം.
ഇരുണ്ട പുണ്യഗ്രഹണകാലത്തമ്പോട് സർവരും കുളിച്ചു ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ടു യഥാവിധി. ഇരുണ്ട പുണ്യഗ്രഹണകാലത്തമ്പോട് സർവരും, എല്ലാം അമ്പോട് എന്ന് പറഞ്ഞാൽ ബഹുമാന സൂചകമായിട്ട് തന്നെ ഇതിനെയൊക്കെ ഉൾക്കൊള്ളണം. എന്നിട്ടോ കുളിച്ചു ഭഗവത് ധ്യാനം. അവർക്കിപ്പോൾ കൃഷ്ണനാണ് ഈശ്വരൻ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അവർ നാരായണ നാരായണ മഹാവിഷ്ണു എന്ന് പറഞ്ഞിട്ട് കരയും. അത് തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളത് അറിയില്ല. അവിടെയാണ് ഈ മായയുടെ പ്രസക്തി. ഇരുണ്ട പുണ്യഗ്രഹണകാലത്ത് അമ്പോട് സർവരും കുളിച്ചു ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ടു യഥാവിധി സ്വർണനാഗപ്രതിമയും കോടി വസ്ത്രവും ആവിധം മറ്റും പുരോഹിതന്മാർക്ക് ദാനം ചെയ്തു വിശപ്പൊടും. സ്വർണനാഗപ്രതിമയും ഗ്രഹണ സമയത്ത് സ്വർണനാഗപ്രതിമയും കോടി വസ്ത്രവും ആവിധം മറ്റും പുരോഹിതന്മാർക്കു ദാനം ചെയ്തു വിശപ്പൊടും. അതായത് ഈ ഗ്രഹണ സമയത്ത് ആഹാരം കഴിക്കരുത്, വ്രതം അനുഷ്ഠിക്കണം. അതാണ് വിശപ്പോട് കൂടിയിട്ടെന്ന് പറയാൻ കാരണം. ഗ്രഹണം തീർന്നില്ലെന്നളവിൽ തന്നെ വൃഷ്ണികൾ കുളിച്ച് ആവോളവും വേഗം ഏവർക്കും നൽകി ഭക്ഷണം. ഗ്രഹണം തീർന്നില്ലെന്ന അളവിൽ തന്നെ ഗ്രഹണം വിട്ടു ചോദിക്കും. അതായത് സൂര്യഗ്രഹണമാണെങ്കിൽ സൂര്യൻ്റെ കുറച്ച് ഭാഗം, അല്ലെങ്കിൽ പൂർണ്ണഗ്രഹണമാണെങ്കിൽ സൂര്യനെ മുഴുവൻ കരി ബാധിച്ചിട്ടുണ്ടാവും ഗ്രഹണം. പിന്നെ അത് കുറേശ്ശെ വിടും. അപ്പോൾ സത്യത്തിൽ അന്തരീക്ഷത്തിൽ വിഷജ്വാലകൾ ഉണ്ടാവും. അതാണ് ഗ്രഹണ സമയത്ത് ആഹരിക്കരുത്, ഗർഭസ്ഥ സ്ത്രീകൾ പുറത്തു പോകരുത് എന്നൊക്കെ പറയും. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള മര്യാദകളുണ്ട്. അപ്പോൾ കുളിച്ച ആവോളവും വേഗം ഏവർക്കും നൽകി ഭക്ഷണം പിറ്റേന്ന് കൃഷ്ണപാദാബ്ജ പ്രേമമുള്ളിൽ ഉറയ്ക്കുവാൻ സർവർക്കും ഈ മൃഷ്ടാന ഭോജനം വിധിപൂർവകം. ഭഗവാന്റെ പേരിൽ അന്നദാനം. പിറ്റേന്ന് കൃഷ്ണപാദാബ്ജ പ്രേമം ഉള്ളിൽ ഉറയ്ക്കുവാൻ സർവർക്കും ഈ മൃഷ്ടാന്ന ഭോജനം വിധിപൂർവകം. വിശ്രമിച്ചു മരച്ചോട്ടിൽ എങ്ങെങ്ങും പുണ്യശാലികൾ കോസലം കേകയം കാശി കുണ്ഠിനം ഗുരു സൃഞ്ജയം. ഈ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനിയും പറയുന്നുണ്ട്, കേട്ടോളൂ. കോസലം കേകയം കാശി കുണ്ഠിനം കുരു സൃഞ്ജയം കാംബോജം ദ്രാവിഡം കർണാടകം കേരളം ആവിധം പല നാട്ടിലെഴുന്നോരും ഒത്തുചേർന്നു പരസ്പരം. അപ്പോൾ വലിയൊരു 12 വർഷം കൂടുന്ന എന്താണെന്നാ പറയുക, കുംഭമേള മാതിരി ഈ പറയുന്ന ഭാരതത്തിൻ്റെ എല്ലാ പ്രദേശത്തു നിന്ന് ആൾക്കാർ വന്നു, ഇൻക്ലൂഡിങ് കേരളം. ചോദിച്ചു കുശലം തമ്മിൽ ഓരോരാംഗങ്ങൾ കാട്ടിയും. ചിലവർക്ക് ആളെ അറിയും, ഭാഷ അറിയില്ല, അപ്പോൾ ആംഗ്യം കാണിക്കും, കഥകളി അല്ലേ. ചോദിച്ചു കുശലം തമ്മിൽ ഓരോരോ ആംഗ്യങ്ങൾ കാട്ടിയും പെണ്ണുങ്ങൾ ഒരിടം കൂടി ചേർന്നാർ. ആണുങ്ങൾ മറ്റിടം. സ്ത്രീകൾ വേറെ പുരുഷന്മാർ വേറെയാണ് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ കൂട്ടത്തിലുള്ള എന്താണെന്നാ പറയുക, സമത്വം അന്ന് അവർക്ക് ആഗ്രഹമില്ല. എല്ലാവരും വേറെ, സ്ത്രീകൾ വേറെ, പുരുഷന്മാർ വേറെ. വസുദേവനെയും മറ്റും കണ്ട് ഉടൻ കുന്തി ഓതിനാൾ. സ്വന്തം സഹോദരനാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ വസുദേവർക്കാണോ ശ്രീകൃഷ്ണ പ്രേമം ജാസ്തി, കുന്തിക്കാണോ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. അത്രയ്ക്ക് അടുപ്പാണ് കുന്തിയും കൃഷ്ണനും കൂടിയിട്ട്. സഹോദര പുത്രനാ അല്ലേ. അമ്മ എന്താ പറയുക, അച്ചമ്പങ്ങൾ ആ ഒരു സ്ഥാനം. എനിക്ക് ഈ അച്ചമ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ആനന്ദക്കണ്ണീര് വരും. കാരണം ഈ പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വം ക്ഷേത്രം അച്ഛൻ്റെ പെങ്ങൾക്ക് അവരുടെ ഭർത്താവ് മുഖാന്തരം ഹൈറാർക്കിയായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അതിലൊരു 42 കൊല്ലം എൻ്റെ അച്ഛൻ ഗുരുവായൂരപ്പനെ ഉപാസിച്ചു, ശമ്പളം ഇല്ലാണ്ട്. അങ്ങനെ തന്നെ വേണം. പക്ഷേ ചിലവ് അവിടെ നിന്ന് എടുത്തായിരുന്നു പാവം. അതിൽ ഞങ്ങളും കൂടി. ഇന്ന് ഞങ്ങളൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പൻ്റെ, ഏത് ഗുരുവായൂരപ്പൻ ഒന്നാണ്, എന്നാലും പട്ടാമ്പി പടിഞ്ഞാറേ മഠത്തിൽ സ്ഥാപിക്കപ്പെട്ട ആ തേവാരമൂർത്തിയുടെ അന്നം, കഞ്ഞി കൂടാണ് ഞങ്ങൾ ആഹരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗുണം
പക്ഷേ എനിക്ക് സന്തോഷമായിട്ട് പറയാം, ഏതൊക്കെ രീതിയിൽ ഭാഗവതം പറയാൻ പറ്റും അതൊക്കെ ഞാൻ വായിച്ച് പഠിച്ച് എൻ്റെ ഒരു കണ്ടൻമെൻറ്റിന് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഞാൻ ക്യാമറ എന്ന് പറയാനല്ല, എനിക്കൊരു സംതൃപ്തി ഉണ്ടാവാൻ കൊറോണ കാലത്ത് ഭഗവാൻ ഒരു ബുദ്ധി തോന്നിച്ചു. അതിപ്പോൾ ഒരു 4000 എപ്പിസോഡ് പല പല സബ്ജക്റ്റായിട്ടും, രാമായണവും ഭാഗവതമാണ് ജാസ്തി. ദേവി ഭാഗവതം, ശ്രീമദ് ഭാഗവതം, ഭാഗവതം മൂലം, ഭാഗവതം വൃത്താനുവൃത്തം, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദമുണ്ടല്ലോ, അത് വേറെയാണ്. വസുദേവനെയും മറ്റും കണ്ട് ഉടൻ കുന്തിയോതിനാൽ വലിയേട്ടനും എല്ലാവരും മറന്നാരെന്നെ നിശ്ചയം. അപ്പോൾ കുന്തിയുടെ മേലെയാണ് വസുദേവർ. നല്ല ആളാണ്, എത്ര കാലമായി കണ്ടിട്ട്. എന്നെ കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷം ഇന്നാണ് കാണുന്നത്. ഈ ഗ്രഹണം വരേണ്ടി വന്നുല്ലേ. എന്നാൽ അങ്ങയുടെ മകൻ അങ്ങനെയല്ല, എപ്പൊക്കെ കൃഷ്ണ കൃഷ്ണ വിളിക്കും ഞാൻ, അപ്പൊക്കെ എൻ്റെ അടുത്ത് വരുന്ന മകൻ അങ്ങയുടെയാണ്. പക്ഷേ ഏട്ടന് എന്നെ പറ്റിയിട്ടുള്ള ധാരണയില്ല, വേണ്ട. വസുദേവനെയും മറ്റും കണ്ടുടൻ കുന്തിയോതിനാൽ വലിയേട്ടനും എല്ലാവരും മറന്നാരെന്നെ നിശ്ചയം. തെറ്റല്ല ദൈവം കൈവിട്ടുള്ളോരെ വല്ലോരും ഓർക്കുമോ. അതൊരു സമാധാനത്തിന് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ കുന്തിനെ കൈവിട്ടിട്ടില്ല, വിടൂല. കുന്തിക്ക് മോക്ഷം കൊടുക്കത്തക്ക വിധത്തിലാണ് ഭഗവാൻ പെരുമാറിയിട്ടുള്ളത്. തെറ്റല്ല ദൈവം കൈവിട്ടുള്ളോരെ വല്ലോരും ഓർക്കുമോ. ചൊല്ലിനാൻ വസുദേവൻ നീ അമ്മട്ടെ ഓതായൊരിക്കലും. അങ്ങനെ പറയരുത് അനിയത്തി. ദൈവത്തിൻ കളിപ്പാവയല്ലയോ മണ്ണിൽ ഏവരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ കളിപ്പാവയാണ് നമ്മൾ ഓരോരുത്തരും, ഇല്ലേ. ഈ ചെറുപ്പകാലത്ത് എത്രയോ ഇന്ന് കല്യാണം ആലോചിക്കും, ചിലത് ഇഷ്ടപ്പെടും, അവർക്ക് ഇഷ്ടാവില്ല, അങ്ങോട്ട് വേണ്ടാന്ന് പറയും. ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പം പറ്റില്ല എന്ന് പറയും. ഇപ്പം എൻ്റെ സ്ഥിതി അങ്ങനെ ഉണ്ടായത്, 6 മാസം. പക്ഷെ അതിൽ ആരും കുറ്റം പറയാൻ പറ്റില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം, ഞാനത് പറഞ്ഞിട്ട് നിർത്താം. ലൗകിക ചിന്തയിൽ ആക്സെപ്റ്റബിൾ അല്ല എന്നൊരു തോന്നൽ കുടുംബാംഗങ്ങൾക്കുണ്ടായി. എന്നാൽ ആ നഷ്ടം ഈശ്വരൻ വഹിച്ചോളും എന്ന ധൈര്യം എനിക്കും എൻ്റെ ബ്രദറിനുള്ളവനും. കാരണം ഞങ്ങളുടെ എക്സ്ചേഞ്ച് മാരേജാണ്. ഇന്നത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഏറെക്കുറെ ആവാമെന്ന് വെച്ചു. പിന്നെ വീട്ടിലുള്ളവർ, നാട്ടുകാരൊക്കെ പോയി കണ്ടു, കുടുംബക്കാരനെ പോയി കണ്ടു. നമുക്ക് പറ്റില്ല. ഓ ശരി. ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇനി വീട്ടുകാരെന്ത് പറഞ്ഞാലും നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നുള്ള രീതിയിൽ ഞങ്ങളൊരു തീരുമാനം എടുത്ത് ഞങ്ങൾ കല്യാണം കഴിച്ചു. പക്ഷേ അതിൽ ഒരേ ഒരു മൈനസ് എന്ന് പറയാൻ, വിവാഹം കഴിഞ്ഞൊരു 17 വർഷം എൻ്റെ അളിയൻ ജീവിച്ചുള്ളൂ. അദ്ദേഹത്തിന് ക്യാൻസറായിട്ട് മരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമ്മയെയും അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അദ്ദേഹം നോക്കുന്ന പോലെ എനിക്ക് നോക്കാനും നോക്കി മരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് വലിയൊരു അനുഭവമാണ്. അവിടെ നിർത്താം നമുക്ക്. അപ്പോൾ പറഞ്ഞു, ദൈവത്തിൻ്റെ കളിപ്പാവയല്ലോ അല്ലയോ മണ്ണിൽ ഏവരും. അവിടെ നിർത്താം. അപ്പോൾ 17ാമത്തെ ശ്ലോകത്തിൽ 2 വരെയേ പറഞ്ഞുള്ളൂ. ബാക്കി നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.